തിരുവല്ല കുറ്റൂരിൽ സ്ത്രീകൾ താമസിക്കുന്ന വീടിനു നേരെ അജ്ഞാതർ ആക്രമണം നടത്തി. തുകലശ്ശേരി സ്വദേശിയായ ഉമാദേവിയുടെ വീടിനു നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ കാറിന്റെ ചില്ലുകൾ തകർന്നു. ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ് വിവരങ്ങൾ. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ ഉമാദേവിയുടെ അമ്മ ശാന്തകുമാരിയാണ് കാറിന്റെ ചില്ല് തകർന്ന നിലയിൽ കണ്ടത്. ഇതിനോടൊപ്പം കാറിന്റെ ഡോർ ഹാൻഡിലും നശിപ്പിച്ച നിലയിലായിരുന്നു. കുറ്റൂരിലെ ഭവനത്തിൽ നിലവിൽ ഉമാദേവിയും ഇവരുടെ അമ്മയും മാത്രമാണ് താമസമുള്ളത്. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ജോലി സംബന്ധമായ ആവശ്യവുമായി വിദേശത്താണുള്ളത്. മക്കൾ രണ്ടുപേർ പഠനാവശ്യത്തിനായി കേരളത്തിന് പുറത്തുമാണുള്ളത്. തുകലശ്ശേരിയിലെ ഒരു സ്വകാര്യ വിദ്യാലയത്തിലെ അധ്യാപിക കൂടിയാണ് ഉമാദേവി. ഇത് ആദ്യമായി ഒരു ഉണ്ടാകുന്ന സംഭവമല്ലെന്നാണ് ഉമാദേവി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതിനു മുന്നേയും വീടിന്റെ മുൻവശത്ത് പലപ്പോഴായി പൂച്ച, എലി എന്നീ പോലുള്ള ജന്തുക്കളുടെ മൃതശരീരങ്ങൾ കൊണ്ടുവയ്ക്കുന്ന പ്രവണതയും ആരോ കാണിക്കുന്നതായി ഉമാദേവി പറയുന്നുണ്ട്. ഇതാരെങ്കിലും പ്രതികാര നടപടിയാണെന്നുള്ള സംശയവും ഉമാദേവി ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും രാവിലെ ഈ സംഭവത്തോടുകൂടി ഉമാദേവിയും കുടുംബാംഗങ്ങളും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തിരുവല്ല സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്ന ഒരു മേഖലയാണോ ഹാൻസ് ഇത്? അങ്ങനെ ഒരു വാദം ഇതുവരെ ഉമാദേവി ഉന്നയിച്ചിട്ടില്ല. തീർച്ചയായും ഇവരുടെ വീടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണിതെന്നാണ് ഉമാദേവി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവരുടെ അയൽവാസിയുമായി ഈ വീട്ടുകാർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിലവിൽ അവർ അയൽവാസിക്കെതിരെ ചെറിയൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇവരുമായിട്ട് ഒരു വസ്തുതർക്കം നിലനിൽക്കുന്നതായിട്ടാണ് ഉമാദേവി ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ ഹാൻസ്.